അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാഹ് അൽ വാഹിദിൽ ഖഹാർ അസ്സമദിൽ ജബ്ബാർ. അൽഹംദുലില്ലാഹ് അൽ അഹദിൽ മന്നാൻ അൽ അസീസിൽ ഗഫാർ. അസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഖ്താർ വഅസ്ഹാബിഹിൽ അബ്റാർ വഅത്ബാഇഹിൽ അത്ഹാർ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, വേദിയിൽ ഉപവിഷ്ടരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ഈ കാലഘട്ടത്തോട് ഏറ്റവും അനുയോജ്യമായ ഇമാം മഹദിയുടെ ആഗമനമെന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനെനിക്ക് തൗഫീക്ക് നൽകിയ പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ അൽഫമറ. സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നതുമായ ഒരു വിഷയം തന്നെയാണ് ഇമാം മഹദി. ആരാണ് ഇമാം മഹദി? ആദ്യമായിട്ട് തന്നെ ഇമാം മഹദി ആരാണ് ഇമാം മഹദി എന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം മഹദിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തുകയാണ്. ആരാണ് ഇമാം മഹദി എന്നറിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അൽ മഹദിയു മിൻ ഹുജ്റതി മിൻ ഔലാദി ഫാത്തിമ. എൻ്റെ പരമ്പരയിലൂടെ ഫാത്തിമ ബീവിയിലൂടെ കടന്നു വരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു വരുന്ന സയ്യിദാണ് തങ്ങളാണ് ഇമാം മഹദി എന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉപ്പയുടെ പേരായിരിക്കും ഇമാം മഹദിയുടെ ഉപ്പയുടെ പേര്, എൻ്റെ പേരായിരിക്കും ഇമാം മഹദിയുടെ പേര്. എന്നെ എങ്ങനെയാണോ അല്ലാഹു തആല സൃഷ്ടിച്ചത് അതുപോലെയായിരിക്കും ഇമാം മഹദിയെയും അല്ലാഹു തആല സൃഷ്ടിക്കുക എന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹദി തങ്ങളായിരിക്കും, സയ്യിദ് കുടുംബത്തിലൂടെ കടന്നു വരുന്ന തങ്ങളായിരിക്കും ഇമാം മഹദി എന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, ഉപ്പയുടെ പേര് അബ്ദുള്ളയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എല്ലാ സൃഷ്ടിപ്പിൻ്റെ എല്ലാ ഗുണങ്ങളും ഇമാം മഹദിയുടെ സൃഷ്ടിപ്പിലും ഉണ്ടാകുമെന്നും ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ചാണ് ഇമാം മഹദി കടന്നു വരുന്നത്? ഇമാം മഹദി ലോകത്തേക്ക് കടന്നു വരുന്നത് എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ് വരുന്നത് ഇമാം മഹദി? അല്ല. ഇന്ത്യയിൽ നിന്നാണോ? അതുമല്ല. പിന്നെ എവിടെ നിന്നാണ് ഇമാം മഹദി കടന്നു വരുന്നത്? ഏഷ്യയിൽ നിന്നാണ്. ബുഹാരി ഇമാമിൻ്റെ പ്രദേശത്തിനടുത്തുള്ള ഖുറാസാനിൽ നിന്നാണ് ഇമാം മഹദി കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇമാം മഹദിയെക്കുറിച്ച് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇദാ റഅയ്തുമുർ റായാതു സൂദി മിൻ ഖബലി ഖുറാസാൻ
നിങ്ങളാരെങ്കിലും ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്കൊരു സംഘം വരുന്നുണ്ടെങ്കിൽ ഫദനൂഹാ ഫഇന്ന മിൻഹുൽ ഇമാമുൽ മഹദി, അവരെ നിങ്ങൾ സ്വീകരിക്കണേ, അവരെ നിങ്ങൾ സ്വീകരിച്ചിരുത്തണേ, അവരിലുണ്ടാകും ഇമാം മഹദി എന്ന് ലോകത്തിന്റെ നായകൻ, നാവുകൊണ്ട് നുണ പറയാത്ത അസ്ദിഖു സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 30ഓളം കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട്, ഇങ്ങനെ വ്യാജ കൊടിയും പിടിച്ചുകൊണ്ട് 30ഓളം സംഘം വരുമെന്നും ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയാണ് ഇമാം മഹദി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത്, പോയാണ് ഇമാം മഹദിയെ ഇമാം മഹദിയായി പ്രഖ്യാപിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് തരികയാണ്, സഹാബികൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇമാം മഹദിയെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇമാം മഹദി എപ്പോഴാണ് ലോകത്തേക്ക് ആഗതനാകുന്നത് എന്നറിയുമോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹദിയു മിന്നീ, ഇമാം മഹദി എന്നിൽ നിന്നുള്ളവനാണ്, ഇമാം മഹദി എന്നിൽ നിന്നുള്ളവനാണ്, എൻ്റെ കുടുംബത്തിലൂടെ വന്ന സയ്യിദാണ് ഇമാം മഹദി. യംലഉൽ അർളി ഖിസ്തം വഅദ്ലാ കമാ മുലിഅത്തിൽ അർളു ദുൽമൻ വജൗറാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മഹദി ആഗതനാകുന്നതിൻ്റെ സമയം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്ത് അക്രമവും അനീതിയും അരാജകത്വവും കൊലപാതകവും അനീതിയും ലോക മുസ്ലിമീങ്ങളുടെ നീതിക്കെതിരെ ലോക മുസ്ലിമീങ്ങളുടെ നീതി നഷ്ടപ്പെടുമ്പോൾ അല്ലാഹുവിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളുടെ രക്ഷകനായി അല്ലാഹു തആല എൻ്റെ പരമ്പരയിലൂടെ ഫാത്തിമ ബീവിയിലൂടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലാഹു തആല നിയോഗിക്കുന്ന രക്ഷകനാണ് ഇമാം മഹദി എന്ന് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിങ്ങനെ കൊലപാതകവും ഒരു ജാഹിലിയ കാലഘട്ടം വീണ്ടും പുറപ്പെടുമ്പോഴാണ് ഇമാം മഹദി കടന്നു വരുന്നത് ലോകത്തേക്ക്. ഇവിടെ വെച്ചാണ് ഇമാം മഹദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ വെച്ചാണ് എപ്പോഴാണ് ഇമാം മഹദിക്ക് തന്നെ മനസ്സിലാകുന്നത് ഞാൻ ഇമാം മഹദിയാണെന്ന്? എപ്പോഴാണ് ഇമാം മഹദിക്ക് തന്നെ മനസ്സിലാകുന്നത്? ലോകത്ത് അക്രമവും അനീതിയും അരാജകത്വവും കൊലകളും ലോക മുസ്ലിമീങ്ങളുടെ നീതി നഷ്ടപ്പെടുമ്പോൾ ലോകത്തുള്ള ആലിമീങ്ങൾ മൊത്തം ഇമാം മഹദിയെയും തിരഞ്ഞുകൊണ്ട് ലോകത്തൊട്ടാകെ നടക്കുകയാണ്. ഞങ്ങളുടെ ലോക മുസ്ലിമീങ്ങളുടെ നീതി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെയും തേടിക്കൊണ്ട് ലോകത്തിൻ്റെ ആലിമീങ്ങൾ പുറപ്പെടുകയാണ്. അങ്ങനെ മക്കയിൽ വെച്ചുകൊണ്ട് ഇമാം മഹദിയെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവസാനം ഇമാം മഹദിയെ കണ്ടുമുട്ടിക്കൊണ്ട് ഇമാം മഹദിയോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിൻ്റെ മലായികത്തുകൾ വന്നിറങ്ങിക്കൊണ്ട് ആലിമീങ്ങളോട് പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ രക്ഷകൻ, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച രക്ഷകനാണിത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ അനീതിക്കും അക്രമത്തിനും അരാജകത്വത്തിനുമെതിരെ പോരാടാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച രക്ഷകനാണിത്. ഇതാണ് നിങ്ങളുടെ ഇമാം മഹദി എന്ന് അലിമീങ്ങൾക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അലിമീങ്ങൾ പറയുകയാണ്, നിങ്ങളാണ് ഞങ്ങളുടെ ഇമാം മഹദി, ഞങ്ങളുടെ ഇമാം നിങ്ങളാണ്. ഇനി ഞങ്ങളുടെ ലോക മുസ്ലിമീങ്ങളുടെ നീതി കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് നിങ്ങളെയാണെന്ന് അല്ലാഹുവിൻ്റെ അലിമീങ്ങൾ ഇമാം മഹദിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഇമാം മഹദി ആ ദൗത്യമേറ്റെടുക്കുകയാണ്. പിന്നീട് ലോകം മൊത്തം ഭരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏകദേശം 7-8 വർഷത്തോളം ഇമാം മഹദി ലോകം ഭരിക്കുമെന്നാണ് ഹദീസുകളിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് കതബ്നാ ഫിസ്സബൂരി മിൻ ബഅദിൽ ദിക്രി അന്നൽ അർള യരിസുഹസ് സ്വാലിഹൂൻ. അല്ലാഹു തആല അവൻ്റെ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്.
നമ്മുടെ ഭൂമിയെ അവകാശപ്പെടാൻ ഒരു പറ്റം ആളുകൾ വരുമെന്ന് നാം സബൂറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയുമോ? അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്തെന്നറിയുമോ? ആ അനുയായികൾ ആരെന്നറിയുമോ? അവസാന കാലത്ത് അന്ത്യനാളിൽ ഇമാം മഹദിയുടെ അനുയായികളാണെന്ന് അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ഇങ്ങനെ ഇമാം മഹദിയുടെ പല വിശേഷണങ്ങളും നാം ഹദീസുകളിലും മറ്റുമെല്ലാം കണ്ടിട്ടുണ്ട്. അന്ത്യനാളിൽ ഇമാം മഹദിയോടൊപ്പം സ്വർഗ്ഗപൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നാം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.